കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൻ്റെ പല ഭാഗത്തും ഷിഗല്ല എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഷിഗല്ലോസിസ് എന്ന അസുഖം റിപ്പോർട്ട് ചെയ്ത് കാണുന്നുണ്ട്. മേ ബി നമ്മുടെ ലക്ഷദ്വീപിലും കാണും. പക്ഷേ ഇവിടെ അത് ഡയഗ്നോസിസ് ചെയ്യാനുള്ള പ്രോപ്പർ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതാവാം. നമ്മൾ പ്രോപ്പറായിട്ടുള്ള സമയത്ത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ വളരെ നിസാരമായിട്ട് നമുക്ക് ഭേദമാക്കാൻ പറ്റുന്നതും, ഇനി അഥവാ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുത്തില്ല എങ്കിൽ ഈവൻ മരണം വരെ സംഭവിച്ചേക്കാനും സാധ്യതയുള്ള ഒരു അസുഖമാണ് ഷിഗല്ലോസിസ്. സാധാരണ വയറിളക്കത്തിൽ നിന്നും ഈ ഷിഗല്ലോസിസ് എന്നുള്ള അസുഖം എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ഇതിൻ്റെ ഡേഞ്ചർ സൈൻസ് എന്തൊക്കെയാണ്? എന്തൊക്കെ ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവേണ്ടതും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതും? ഇനി ആരൊക്കെയാണ് ഈ അസുഖം വളരെ മോശമായിട്ട് വരാൻ സാധ്യതയുള്ളത്, അപകട സാധ്യത കൂടുതലുള്ളത്? ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഷിഗല്ല എന്ന ഒരു ബാക്ടീരിയ കാരണമുണ്ടാകുന്ന വയറിളക്കവും അത് സംബന്ധമായിട്ട് വരുന്ന കോംപ്ലിക്കേഷനുമാണ് ഷിഗല്ലോസിസ് എന്നുള്ള അസുഖം. ഇത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത് ഫീക്കോ ഓറൽ റൂട്ട്, അതായത് ഒരാളുടെ മലത്തിലുള്ള ബാക്ടീരിയ അടുത്ത ആളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ കൂടിയോ വെള്ളത്തിൽ കൂടിയോ അടുത്ത ആളുടെ വയറിലെത്തുമ്പോഴാണ് ഈ അസുഖം ബാധിക്കും. ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ഒരു വയറിളക്കം പോലെ തന്നെ തുടക്കത്തിൽ ചെറിയ വയറുവേദനയും വോമിറ്റിങ്ങും ലൂസ് ടൂൾസും ഇത്തരം ലക്ഷണങ്ങളായിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ഇത് അപകടകാരിയാകുക അല്ലെങ്കിൽ ഷിഗല്ലോസിസ് നമ്മൾ എപ്പോഴാണ് സംശയിക്കുന്നത്? നമ്മളെ മലത്തിൽ രക്തത്തിൻ്റെ അംശവും അതുപോലെ കഫവും കാണപ്പെടുകയാണെങ്കിൽ നമ്മൾ ഈ അസുഖം സംശയിക്കേണ്ടതുണ്ട്. ഈ അസുഖം ഷിഗല്ലോസിസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഇത് ഡയഗ്നോസ് ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ് സ്റ്റൂൾ എക്സാമിനേഷൻ ആണ്. അതായത് ലാബിൽ കൊണ്ടുപോയിട്ട് മലം പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ WBC അതായത് പസൽസ് അല്ലെങ്കിൽ മ്യൂക്കസ് കഫവും കാണും. ഇത് കണ്ടെന്ന് വെച്ച് നമുക്ക് ഷിഗല്ലോസിസ് ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റൂൾ കൾച്ചർ വഴിയാണ് ഈ അസുഖം നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. സ്റ്റൂൾ കൾച്ചർ ചെയ്യുമ്പോൾ ഈ ഷിഗല്ല എന്നുള്ള ബാക്ടീരിയ ഉണ്ടോ, അത് ഏതൊക്കെ മരുന്നിന് സെൻസിറ്റീവാണ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ്, ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ സ്റ്റൂൾ കൾച്ചറിൻ്റെ ഡ്രോബാക്ക് എന്തെന്ന് വെച്ചാൽ ഏകദേശം 2 മുതൽ 3 ദിവസം വരെ ഇതിൻ്റെ റിപ്പോർട്ട് വരാൻ നമുക്ക് സമയമെടുക്കും. അടുത്ത ഒരു മെത്തേഡാണ് PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇത് സ്റ്റൂൾ കൾച്ചറിനെക്കാട്ടും ഫാസ്റ്റായിട്ടും അതുപോലെ ഏത് സ്ട്രെയിൻ കാരണമാണ് ഈ അസുഖം ഷിഗല്ലോസിസ് ഉണ്ടായതെന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവുമാണ്. അതുപോലെ വളരെ സെലക്റ്റഡ് ലാബ്സിൽ മാത്രമേ ഈ ടെസ്റ്റ് അവൈലബിൾ ആയിട്ടും ഉള്ളൂ. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്ലിനിക്കൽ സസ്പീഷ്യനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മലത്തിൽ ബ്ലഡിൻ്റെ അംശവും അതുപോലെ കഫവും കാണപ്പെടുകയാണെങ്കിൽ നമ്മൾ ഷിഗല്ലോസിസ് ആണോ എന്ന് സംശയിക്കുകയും അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുകയും വേണം. നമ്മുടെ ഐലൻഡ് പോലുള്ള സെറ്റപ്പിൽ ഈ സ്റ്റൂൾ കൾച്ചറോ PCR അവൈലബിൾ അല്ലാത്ത സ്ഥലത്ത് മെയിൻ ഡയഗ്നോസ്റ്റിക് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്ലിനിക്കൽ സസ്പീഷ്യനാണ്. അത് വെച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇനി വയറിളക്കം ഷിഗല്ലോസിസ് ആണോ എന്ന് നമ്മൾ എപ്പോഴാണ് സസ്പെക്റ്റ് ചെയ്യേണ്ടത്? വയറിളക്കത്തോടൊപ്പം സഹിക്കാൻ പറ്റാത്ത വയറുവേദന വരിക, വയറ് റിജിഡ് ആവുക, കല്ലിച്ച് വരിക, അതുപോലെ തന്നെ കണ്ടിന്യൂസ് വോമിറ്റിംഗ്. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ലക്ഷണം എന്ന് പറയുന്നത് മലത്തിൽ ബ്ലഡിൻ്റെ അംശവും കഫത്തിൻ്റെ അംശവും കാണപ്പെടുകയാണെങ്കിൽ നമ്മൾ ഷിഗല്ലോസിസ് ആണോ എന്ന് സസ്പെക്റ്റ് ചെയ്യണം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സാധാരണ എല്ലാ വയറിളക്കത്തെയും പോലെ തന്നെ തുടക്കത്തിൽ നിർജ്ജലീകരണം അതായത് ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വയറിളക്കം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും സോഡിയം, പൊട്ടാസ്യം ക്ലോറൈഡ് അതുപോലുള്ള ഇലക്ട്രോലൈറ്റ്സ് നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് ലോസ് ആവും. അപ്പോൾ നമ്മൾ സാധാരണ വെള്ളം, വെറും പച്ചവെള്ളം തിരിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. സാധാരണ ബാക്ടീരിയകളിൽ നിന്നും അല്ലെങ്കിൽ വൈറസുകളിൽ നിന്നും ഈ ഷിഗല്ല എന്നുള്ള ഓർഗാനിസം വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഷിഗല്ലോസിസ് ഇത്രയും അപകടകാരിയാവാൻ കാരണം എന്താണ്? അത് ഞാൻ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ ഷിഗല്ല എന്നുള്ള ബാക്ടീരിയ നമ്മുടെ വായിൽ കൂടി വയറിലെത്തുന്നു. അവിടെ നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ കുടലിലെ ഔട്ടർ ലെയറിങ്ങിനെ ഇൻവേഡ് ചെയ്യും. അതിനെ ഭേദിച്ച് അകത്ത് പോകും. നമ്മളെ ബോഡിയുടെ ഇമ്മ്യൂൺ സെൽസ് വന്ന് അതിനെ അറ്റാക്ക് ചെയ്യുകയും അവിടെ ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് നടക്കുകയും ചെയ്യും. ഇത് കാരണം കുടലിൽ ചെറിയ രീതിയിൽ വീക്കം വരാനും മൈൽഡ് ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് വരാനും സാധ്യതയുണ്ട്. ഈ ഒരു ലെവലിൽ വെച്ച് തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് ഇതിനെ മൊത്തം നശിപ്പിച്ച് കളയുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള വയറുവേദനയും വയറിളക്കവും വന്നിട്ട് ഈ അസുഖം പൂർണ്ണമായും ഭേദമാവും. ഈ ഒരു ലെവലും ഭേദിച്ച് ബാക്ടീരിയ അകത്ത് പോവുകയാണെങ്കിൽ കുടലിൽ അൾസർ വരാനും ബ്ലീഡിങ് കൂടുതലാവാനും സാധ്യതയുണ്ട്. ഇനി വളരെ കുറച്ച് ഒരു പ്രത്യേകതരം ഷിഗല്ലയുടെ സ്ട്രെയിൻസിലാണെങ്കിൽ ഷിഗ ടോക്സിൻ എന്ന് പറയുന്ന ഒരു ടോക്സിക് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യും. അത് കാരണം ഇൻഫ്ലമേഷൻ ഒരുപാട് കൂടാനും ഈവൻ ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ അതായത് കുടലിൽ സുഷിരം വരാനും അതുവഴി ബാക്ടീരിയ വയറിനകത്തേക്ക് അബ്ഡോമിനൽ പെരിറ്റോണൈറ്റിസ് വരാനും സാധ്യതയുണ്ട്. ആ ഒരു ഇൻഫെക്ഷൻ നമ്മൾ ബ്ലഡിലേക്കും കൂടി വ്യാപിക്കുകയാണെങ്കിൽ സെപ്സിസ് വരാനും
അത് കാരണം സെപ്റ്റിക് ഷോക്കും അത് കാരണം മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഹൈ റിസ്ക് കാറ്റഗറി ആൾക്കാർ ആരൊക്കെയാണ്? അതായത് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടത് ആരൊക്കെയാണ്? ഒന്നാമത് കുട്ടികളിൽ വരികയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ കെയർ കൊടുക്കണം. കാരണം എത്രയും പെട്ടെന്ന് അവരിൽ ഡീഹൈഡ്രേഷൻ വരാനും ഈ നേരത്തെ മുകളിൽ പറഞ്ഞുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ വിഭാഗം എൽഡർലി ആൾക്കാർ, പ്രായമായിട്ടുള്ള ആൾക്കാർ. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കിഡ്നി ഡിസീസോ അല്ലെങ്കിൽ ലിവർ ഡിസീസോ ഉള്ള ആൾക്കാർ. അടുത്ത വിഭാഗം പ്രഗ്നൻസിയിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത വിഭാഗം എന്ന് പറയുന്നത് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആൾക്കാർ. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഷിഗ ടോക്സിൻ പ്രൊഡ്യൂസിങ് വേരിയൻ്റ് കാരണം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണെങ്കിലും കോംപ്ലിക്കേഷൻ പെട്ടെന്ന് വരാനും നേരത്തെ പറഞ്ഞ പോലെ മരണം സംഭവിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഡയറിയ വരുമ്പോൾ നമ്മൾ ഒരിക്കലും വളരെ നിസാരമായിട്ട് കാണരുത്. മേ ബി നേരത്തെ പറഞ്ഞ ഈ എല്ലാ കോംപ്ലിക്കേഷൻസിന് കാരണം നമ്മൾ തന്നെയായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഫാർമസികളിൽ പോയിട്ട് മേടിച്ച് കഴിക്കുന്ന ഒരു മരുന്നായിരിക്കാം ഇത്തരം കോംപ്ലിക്കേഷൻ വരാനുള്ള കാരണം. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഡയറിയ അല്ലെങ്കിൽ ലൂസ് ടൂൾസ് വരുമ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്യുകയല്ല വേണ്ടത്. എന്ത് കാരണം കൊണ്ടാണോ ഈ അസുഖം വന്നത് ആ അസുഖത്തെ ട്രീറ്റ് ചെയ്യണം. നമ്മളിവിടെ മിക്കവാറും ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന കേസൊക്കെ ആണെങ്കിൽ തന്നെ ഈ ലൂസ് ടൂൾസ് ആണെങ്കിൽ എൻ്റെ അടുത്ത് വരുന്നതിന് മുന്നേ അവർ ഫാർമസികളിൽ പോയിട്ട് വയറിളക്കം നിൽക്കാനുള്ള ഒരു ഗുളികയുണ്ട്, അത് മേടിച്ച് കഴിച്ചിട്ടായിരിക്കും വരുന്നത്. ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ടുള്ള അപകടം എന്താണെന്നറിയോ? പ്രത്യേകിച്ചും ഈ ഷിഗല്ല പോലുള്ള ഓർഗാനിസം ആണെങ്കിൽ ഈ ലോപ്പറമൈഡ് പോലുള്ള മെഡിസിൻ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ മോട്ടിലിറ്റി കുറയ്ക്കുകയും വയറിളക്കം സ്റ്റോപ്പ് ആവുകയും ചെയ്യും. പക്ഷേ ഈ ഓർഗാനിസം ഷിഗല്ല പോലുള്ള ഓർഗാനിസം വയറിൽ കിടന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയും അത് കാരണമുള്ള കോംപ്ലിക്കേഷൻ ഇൻഡസ്ട്രിയൽ ഇൻഫ്ലമേഷൻ വരാനും പെർഫറേഷൻ വരാനും നേരത്തെ പറഞ്ഞ പോലെ പെരിറ്റോണിറ്റിസ് വരാനും സെപ്സിസ് വരാനും മരണപ്പെടാനും സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഡയറക്റ്റ് ഫാർമസികളിൽ പോയിട്ട് ഇത്തരം മെഡിസിനുകൾ മേടിച്ച് കഴിക്കരുത്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലുകളിലോ ഡോക്ടറിൻ്റെ അടുത്തോ പോയിട്ട് പ്രോപ്പർ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. നേരത്തെ പറഞ്ഞല്ലോ ഷിഗല്ലോസിസ് വന്നു കഴിഞ്ഞാൽ മരണപ്പെടാൻ സാധ്യതയുണ്ടെന്ന്. എങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്? ഒന്നാമത്തെ കാരണം ഡീഹൈഡ്രേഷൻ, അതായത് ശരീരത്തിൽ വെള്ളത്തിൻ്റെയും അതുപോലെ ഇലക്ട്രോലൈറ്റ്സും കുറയുകയാണെങ്കിൽ ഇതാണ് പ്രധാന കാരണം. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞ് ബ്ലഡ് വോളിയം കുറയുക, നമ്മളെ വൈറ്റൽ ഓർഗൻസിലേക്ക് ബ്രെയിനിലേക്കും ലിവറിലേക്കും കിഡ്നിയിലേക്കും ആവശ്യമായ ബ്ലഡ് എത്താണ്ടാവുകയും അതുവഴി റീനൽ ഫെയിലിയർ വരാനും മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷനും ഷോക്കായിട്ട് പേഷ്യൻ്റ് മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഷിഗ ടോക്സിൻ ഉണ്ടല്ലോ, ടോക്സിൻ കാരണം ഒരു സെപ്റ്റിക് ഷോക്ക് വരാം, അത് കാരണവും മരണം സംഭവിക്കാം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ്സ് ഇംബാലൻസ് ആണ്. ഡയറിയ വരുമ്പോൾ ശരീരത്തിൽ നിന്ന് സോഡിയവും പൊട്ടാസ്യം അതുപോലുള്ള ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ലോസ് ആവാണല്ലോ, അത് കാരണം ഹാർട്ടിന്റെ റിതം മാറാനും അതുവഴി ഡെത്ത് വരാനും സാധ്യതയുണ്ട്. പക്ഷേ മോൾ പറഞ്ഞതിൽ ഏറ്റവും മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ. പ്രത്യേകിച്ചും എൽഡർലി ആൾക്കാരിലും ചെറിയ കുട്ടികളിലും ഇത്തരം ആൾക്കാരിൽ നമ്മൾ പ്രത്യേകം ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു വ്യക്തിയിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക് എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്, അതുപോലെ തന്നെ എല്ലാ സീസണിലും ഇത് കാണപ്പെടുന്നില്ല. പ്രത്യേകിച്ചും ഈ റെയിനി സീസണിലാണ് കണ്ടുവരുന്നത്. ഈ ഷിഗല്ല എന്നുള്ള ഓർഗാനിസം മനുഷ്യന്മാരിൽ മാത്രമാണ് ഉണ്ടാവുന്നത്. ചില ആൾക്കാരിൽ ഈ സിംറ്റംസ് നേരത്തെ പറഞ്ഞ വയറിളക്കോ വയറുവേദനയോ ഇത്തരം സിംറ്റംസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ അവരുടെ വയറിൽ ഈ ഓർഗാനിസം എല്ലാ സമയത്തും ഉണ്ടാവും. ഇത്തരം ഈ മഴക്കാലങ്ങളിലും കാലാവസ്ഥ മാറുന്ന സമയത്തുമാണ് നമ്മൾ ഈ സെപ്റ്റിക് ടാങ്കൊക്കെ ഓവർഫ്ലോ വരാനും അതുവഴി നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും ഭക്ഷണത്തിലും ഈ ബാക്ടീരിയയുടെ അംശം കണ്ടെത്താനും അത് നമ്മളെ വയറിലെത്തിയാണെങ്കിൽ അസുഖം വരാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക് എങ്ങനെ പകരാം? ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അൺക്ലീൻ ഹാൻഡ്സ് ആണ്. ഒരു വ്യക്തി ടോയ്ലറ്റിലേക്ക് പോയിട്ട് വന്ന് കൈ നല്ല രീതിയിൽ ക്ലീൻ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഷെയ്ക്ക് ഹാൻഡ് വഴിയോ ഇല്ലെങ്കിൽ അദ്ദേഹം ടച്ച് ചെയ്ത ഏതെങ്കിലും സർഫസ് നമ്മൾ ടച്ച് ചെയ്യുന്നത് വഴിയോ എന്നിട്ട് നമ്മുടെ കൈ നമ്മുടെ മുഖത്തോ വായിലോ എത്തുകയാണെങ്കിൽ നമ്മുടെ വയറിലും ഈ ഓർഗാനിസം എത്താൻ നേരത്തെ പറഞ്ഞ എല്ലാ സിംറ്റംസും കോംപ്ലിക്കേഷൻസും വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെന്ന് പറയുന്നത് അൺക്ലീൻ വാട്ടർ ആണ്. ഈ അസുഖമുള്ള വ്യക്തിയുടെ മലം കലർന്ന വെള്ളം അത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കുടിക്കുകയോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് പാത്രം കഴുകുകയോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ രീതി വരും. മൂന്നാമത്തെന്ന് പറയുന്നത് അൺക്ലീൻ ഫുഡാണ്. ഇപ്പോൾ ഓപ്പൺ ഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഓർഗാനിസമുള്ള വെള്ളത്തിലിരുന്ന ഈച്ചയോ ബാക്കി എന്തെങ്കിലും പ്രാണികളോ നമ്മൾ തുറന്നു വെച്ച ഭക്ഷണത്തിൽ വന്ന് ഇരിക്കുകയാണെങ്കിൽ അത് നമ്മൾ കഴിച്ചാൽ അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റെയിനി സീസണിൽ ഒരുപാട് ഫ്ലഡൊക്കെ വരുമ്പോൾ നമ്മുടെ വെള്ളവും സെപ്റ്റിക് ടാങ്കും ആയിട്ട് കോണ്ടാക്ട് വരാനൊക്കെ സാധ്യതയുണ്ട്. ഇങ്ങനെയും ഈ അസുഖം പകരാം. അസുഖം പകരുന്ന രീതി പൂർണ്ണമായി നമുക്ക് മനസ്സിലായല്ലോ. ഇനി ഈ അസുഖത്തെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം?
നേരത്തെ ഏതൊക്കെ രീതിയിലാണോ നമ്മൾ പകരുന്നു എന്ന് പറഞ്ഞ് ആ സ്റ്റെപ്പൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരാനും സൂക്ഷിക്കാം. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാൻഡ് ഹൈജീനാണ്. ഇപ്പോൾ ഈ അസുഖം ഉള്ള വ്യക്തിയാണെങ്കിൽ ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് കഴുകുക. പിന്നെ അവിടെ പകരാൻ ഒരു ഓപ്ഷൻ ഇല്ല. ഇനിയിപ്പോൾ അയാൾ ആ ഒരു സ്റ്റെപ്പിൽ ഫെയിൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മളാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും ഇനിയിപ്പോൾ ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് തിരിച്ചു വന്നും അതുപോലെ ഏതെങ്കിലും സർഫസ് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മളെ വായിലേക്കോ മുഖത്തിലേക്കോ അധികം കൈ കൊണ്ടുപോകാണ്ടിരിക്കുക. പിന്നെ ഭക്ഷണത്തിന് മുന്നേയും ഭക്ഷണത്തിന് ശേഷവും പ്രോപ്പറായിട്ട് ഒരു 20 സെക്കൻഡ്സോളം സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കുക. സ്കൂളുകളിൽ കുട്ടികളെ പ്രോപ്പർ ഹാൻഡ് ഹൈജീനും ടോയ്ലറ്റ് ഹൈജീനും പഠിപ്പിക്കുക. അടുത്തത് ഭക്ഷണം തുറന്ന് വെക്കാതിരിക്കുക. പിന്നെ വെള്ളം കുടിക്കുന്നതിന് മുന്നേ പ്രോപ്പറായിട്ട് ബോയിൽ ചെയ്ത വൃത്തിയുള്ള വെള്ളം മാത്രം ഉപയോഗിക്കുക. പിന്നെ പ്രോപ്പറായിട്ട് നമ്മളെ വീടുകളിൽ നിർമ്മിക്കുന്ന ടോയ്ലറ്റിൻ്റെ സെപ്റ്റിക് ടാങ്കും അതുപോലെ വാട്ടർ സോഴ്സും കിണറുകളും തമ്മിലുള്ള കൃത്യമായ അകലം പാലിക്കുക. പ്രോപ്പർ ഗൈഡൻസ് അനുസരിച്ച് ടാങ്ക് ഉണ്ടാക്കുക. അതുപോലെ പ്രത്യേകിച്ച് ഈ റെയിനി സീസണുകളിൽ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ശ്രദ്ധ വേണം. അതുപോലെ മലിനമായിട്ടുള്ള വെള്ളത്തിൽ കുട്ടികളെ കളിക്കാൻ വിടാതിരിക്കാനും ശ്രദ്ധിക്കണം. പിന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് പ്രോപ്പർ ക്ലീനിങ് ആൻഡ് ക്ലോറിനേഷൻ ഓഫ് വെൽ വാട്ടർ. കിണറുകൾ പ്രോപ്പർ ഇൻ്റർവെല്ലിൽ ക്ലോറിനേഷൻ ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള ക്ലീനിങ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ഈ അസുഖം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഇൻഡിവിജ്വൽ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ഗവൺമെൻറ് ലെവലിൽ എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? പ്രോപ്പറായിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഈ നമ്മളെ ഹോട്ടലുകളിലെ എംപ്ലോയീസിനെ പ്രോപ്പറായിട്ട് എക്സാമിൻ ചെയ്യുക. ഈ ഫുഡ് ഹാൻഡ്ലേഴ്സൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ചിലപ്പോൾ ഹെൽത്തി കാരിയേഴ്സ് ആയിരിക്കാം. അവരുടെ ശരീരത്തിൽ ചിലപ്പോൾ ഓർഗനിസം കാണും, പക്ഷെ അവർക്ക് സിംറ്റംസ് ഒന്നുമില്ല. അത്ര ആൾക്കാർ ക്ലീൻ അല്ലാത്ത ഹാൻഡ് ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കി ആർക്കൊക്കെ വിതരണം ചെയ്യുകയാണോ അവർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഹോട്ടലുകളിലെ എംപ്ലോയീസിനെ പ്രോപ്പർ എക്സാമിനേഷൻ വേണം. പിന്നെ ഓപ്പൺ ഡിഫിക്കേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾ കൊണ്ടുവരണം. പിന്നെ അടുത്തതായിട്ട് ചെയ്യാനുള്ള അഡിക്വേറ്റ് ആക്സസ് ടു ഹെൽത്ത് കെയർ. ഇങ്ങനെ അസുഖം വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടാനുള്ള സംവിധാനങ്ങൾ കൂടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ ഈ അസുഖം നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ട് പോലും അസുഖം വരികയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഈസ് വെരി സിമ്പിൾ. നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. ഈ ഡയറിയ തുടങ്ങിയ ഉടനെ തന്നെ അല്ലെങ്കിൽ വയറിളക്കം തുടങ്ങിയ ഉടനെ തന്നെ ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യുക. ശരീരത്തിൽ നിന്ന് എത്ര വെള്ളം പോകുന്നോ അതിനനുസരിച്ച് നമ്മൾ തിരിച്ച് വെള്ളം കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ വെറും വെള്ളം കൊടുത്തിട്ട് കാര്യമില്ല. നമ്മുടെ ശരീരത്തിൽ നിന്ന് സോഡിയം പൊട്ടാസ്യം പോലെ ഇലക്ട്രോലൈറ്റ്സ് ആണ് പോകുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ORS ആണ്. ORS ലായനി എത്ര വയറ്റിൽ നിന്ന് നമുക്ക് പോകുന്നോ അതിനനുസരിച്ച് തിരിച്ച് കൊടുക്കണം. ഇനി അതിനൊപ്പം വയറിളക്കത്തോടൊപ്പം ഛർദിയും കൂടിയുണ്ട്, വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഓറലി, അതായത് വായിൽ കൂടി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ IV ഫ്ലൂയിഡ് നമ്മൾ ഡ്രിപ്പ് ഇട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ റീപ്ലേനിഷ് ചെയ്യേണ്ടതാണ്. ഇതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു 90-95 കേസസും റിക്കവർ ആകും. പിന്നെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയറിളക്കം വന്ന ഉടനെ തന്നെ ഫാർമസികളിൽ പോയിട്ട് വയറിളക്കം സ്റ്റോപ്പ് ചെയ്യാനുള്ള മെഡിസിൻ ഒരിക്കലും കഴിക്കരുത്. പ്രത്യേകിച്ചും കുട്ടികളിലും എൽഡർലി ആൾക്കാരിലും അതുപോലെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലും. പിന്നെ പലരിലും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് വയറിളക്കം വന്ന ഉടനെ തന്നെ ഒരു ഭക്ഷണവും കഴിക്കാതെ ഉള്ള ഭക്ഷണമൊക്കെ സ്റ്റോപ്പ് ചെയ്യും. അതൊരിക്കലും ശരിയായ പ്രവണതയല്ല. അത് മാറ്റണം. നമ്മൾ തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കണം. പക്ഷേ എങ്ങനത്തെ ഭക്ഷണമാണ്? ബീഫോ ചിക്കനോ അതുപോലുള്ള ഹെവി ആയിട്ടുള്ള ഭക്ഷണമല്ല. വളരെ സോഫ്റ്റായിട്ട് നമ്മുടെ വയറിന് ദഹിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കഞ്ഞിവെള്ളമോ പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയോ കേടോ അങ്ങനത്തെയുള്ള ഭക്ഷണം പ്രിഫർ ചെയ്യണം. ബനാന, ഓയിലി ആയിട്ടുള്ളതും സ്പൈസി ആയിട്ടുള്ള ഫുഡ് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യുകയും വേണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വായിക്കൂടി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും ക്ഷീണമുള്ള ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് വരുന്നത് IV ഫ്ലൂയിഡ്സ് ആണ്. കയ്യിൽ കാനലായിട്ടിട്ട് അതുവഴി ഡ്രിപ്പ് കൊടുക്കുക. ഇതാണ് അടുത്ത ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇതിന് പിന്നെ ആൻറ്റിബയോട്ടിക്സ് ആവശ്യമുണ്ടോ? ആൻറ്റിബയോട്ടിക്സ് ചില കേസുകളിൽ ആവശ്യമായി വന്നേക്കാം. അതും നമ്മൾ ഫാർമസികളിൽ പോയി മേടിച്ച് കഴിക്കരുത്. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പ്രോപ്പർ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ ആൻറ്റിബയോട്ടിക് തരും. അല്ലാതെ നമ്മളായിട്ട് മേടിച്ച് കഴിക്കരുത്. സോ ഇത്തരം ഇൻഫർമേഷൻ നിങ്ങൾ അടുത്തുള്ള ആൾക്കാർക്ക് പാസ് ചെയ്ത് കൊടുക്കുക.